ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിനെ പറ്റി സംസാരിച്ചാലോ? ആക്ച്വലി നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് ഈ അടുത്ത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയല്ലേ? അപ്പം നമുക്ക് ആദ്യം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്താണെന്ന് നോക്കാം. പിന്നെ അത് കിട്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നോക്കാം. പിന്നെ നമ്മുടെ പ്രിയ മോഹൻലാലിൻ്റെ ജൈത്രയാത്ര എന്തായിരുന്നു എന്നൂടെ നോക്കാം. ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. പിന്നെ ഇത് ആർക്കാണ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കിട്ടുക. ഇനി മലയാളത്തിൽ നിന്നുള്ള കുറച്ച് അവാർഡ് ജേതാക്കളൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ പേര് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. പിന്നെ നമ്മുടെ പ്രശസ്ത നടൻ മധു. പിന്നെ വേറെ ഒരാൾ KG ജോർജ് എന്ന് പറഞ്ഞിട്ട് ആളാണ്. പുള്ളി എന്തിൻ്റെ രീതിയിലാണ് ഫേമസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് യവനിക എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലറാണ്. പുള്ളിയാണ് അതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ. ഓക്കെ, ഇപ്പം ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ കുറച്ച് ജേതാക്കളെ കൂടെ നോക്കാം. അതിൽ ഒരാളാണ് രാജ് കപൂർ. പുള്ളി ഹിന്ദി ഒരു ആക്ടറാണ്. പിന്നെ ജെമിനി ഗണേശൻ ഫ്രം തമിഴ്, ദേവാനന്ദ്, അമിതാഭ് ബച്ചൻ, രജനികാന്ത്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ ഒരു ജേണി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് തുടങ്ങുന്നത് 1980s തുടങ്ങി നമുക്ക് തുടങ്ങാം അല്ലേ? പുള്ളിയുടെ ഒരു സ്റ്റാർഡം എങ്ങനെയായിരുന്നു, റൈസ് ടു സ്റ്റാർഡം എങ്ങനെയായിരുന്നു നോക്കാം. ഫസ്റ്റ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, രാജാവിൻ്റെ മകൻ, 20-ാം നൂറ്റാണ്ട്, തൂവാനത്തുമ്പികൾ, ചിത്രം, കിരീടം, വന്ദനം. ദെൻ കംസ് 1990s, ഗോൾഡൻ എറ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഹിസ് ഹൈനസ് അബ്ദുള്ള, കിലുക്കം, ഭരതം, അഭിമന്യു, ദേവാസുരം, തേമാവിൻ കൊമ്പത്ത്, സ്ഫടികം, കാലാപാനി, ഇരുവർ, കന്മദം. റൈറ്റ്. പിന്നെ നോക്കുവാണെങ്കിൽ 2000-ൽ മെയിനായിട്ട് ആ ഒരു എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് മാസ് മൂവീസ് ആയിരുന്നു. നരസിംഹം, രാവണപ്രഭു, നരൻ, തന്മാത്ര, കീർത്തിചക്ര, ബാബ കല്യാണി, ഹലോ. റൈറ്റ്. പിന്നെ ഒരു 2010 തുടങ്ങിയിട്ട് ഒരു കൈൻഡ് ഓഫ് റീഇൻവെൻഷൻ ആയിരുന്നു അല്ലേ? പ്രണയം, സ്പിരിറ്റ്, ദൃശ്യം, ഒപ്പം, പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ലൂസിഫർ. പിന്നെ 2020s തുടങ്ങിയിട്ട് ഒരു ലെഗസി കണ്ടിന്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദൃശ്യം 2, ബ്രോഡാഡി, 12th മാൻ, അലോൺ, മലൈക്കോട്ടെ വാലിബൻ, ബറോസ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ ആക്ടറിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.